Hi dear students, in today's video we are going to discuss the previous year questions from writings on contemporary issues, and I have already discussed the questions from language skills in the recent video which I have uploaded a few days ago, right? So if you want to watch that video, the link will be given in the description box, and using that link you can access that video. Writings on contemporary issues in the first semester BA BSc degree examination November 2019 ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലാംഗ്വേജ് സ്കിൽസിനെ പോലെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് അല്ല നമ്മുടെ റൈറ്റിങ്സ് ഓൺ കണ്ടംപററി ഇഷ്യൂസിൽ ചോദിക്കുന്നത്. കാര്യം എല്ലാം ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആണ് എങ്കിൽ ഏകദേശം ഒരു 90% ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 90% എന്നല്ല, 100% ക്വസ്റ്റ്യൻസും ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ടെക്സ്റ്റ് ബുക്കിലെ എസ്സേനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷേ ലാംഗ്വേജ് സ്കിൽസിലെന്ന് പറയുമ്പോൾ പാർട്ട് 3 തൊട്ട് ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് തൊട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് പഠിക്കുവാനുള്ള തോട്ട്സ് ഓഫ് അവർ ടൈംസ് ടെക്സ്റ്റിലെ എസ്സേസിൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം. ഡ്രഗ് അബ്യൂസ് കോസസ് ആൻഡ് സൊല്യൂഷൻസ് റിട്ടൺ ബൈ സമുദ്രാനിൽ മുഖർജി. Second essay, Artificial Intelligence, written by Gareth Southwell. Third essay, What Secularism Is and Is Not, by Romila Thapar. Fourth essay, Living in the Planet of the Apes, by Kairunisa A. And the next one, Universal Declaration of Human Rights, which was written by Leah Levin. Then India's Women, The Mixed Truth, by Amartya Sen. Aging in India, Some Social Challenges to Elderly Care, by Abhay B. Mane. And the final one, The Globalization of Inequality, by P. Sainath. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എസ്സേയുടെയും സമ്മറിയും അനാലിസിസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ആ എസ്സേ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വീഡിയോ പോയി കാണുക. ഇനി അഥവാ വീഡിയോ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒറിജിനൽ എസ്സേ വായിച്ചാലും മതി. എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിനകത്തു നിന്നുള്ളത് മാത്രമാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എബോവ് 60% മാർക്കൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിലും കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ചോദ്യം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ് 10 മാർക്ക് ആദ്യത്തെ പാർട്ടിൽ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തരും. അതിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് എഴുതുക, 2 മാർക്ക് വീതമാണ്. തേർഡ് പാർട്ട് എന്ന് പറയുമ്പം വി ഹാവ് ടു അറ്റംപ്റ്റ് എനി 6 ക്വസ്റ്റ്യൻസ് ഇൻ അറൗണ്ട് 100 വേർഡ്സ്. 4 മാർക്സ് ആണ് ഈച്ച് ക്വസ്റ്റ്യൻസിനും. 6 ക്വസ്റ്റ്യൻസിന് 4 മാർക്ക് വീതം, 24 മാർക്സ് ആണ്. ആൻഡ് ദി ഫൈനൽ സെക്ഷനാണ് നമ്മുടെ എസ്സേ, അതായത് 15x2 ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. 15 മാർക്കിൻ്റെ 2 എണ്ണം, അങ്ങനെയാണ് 30 മാർക്ക്. So our first question is, what is dopamine? Question is from Drug Abuses, Causes and its Solutions. ആ എസ്സേയിൽ നിന്നുള്ള ചോദ്യമാണ്. 1 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിച്ചു വാരി എഴുതരുത്, അനാവശ്യമായി സമയം കളയരുത്. 1 or 2 സെൻറ്റൻസിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഡോപ്പമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ദറ്റ് പ്ലേസ് സെവറൽ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ദി ബ്രെയിൻ ആൻഡ് ബോഡി. ഡോപ്പമൈൻ ഈസ് റിലീസ്ഡ് വെൻ യുവർ ബ്രെയിൻ ഈസ് എക്സ്പെക്ടിങ് എ റിവാർഡ്. When you come to associate a certain activity with pleasure or sense of satisfaction, that is enough to raise dopamine levels. ഡോപ്പമൈൻ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എപ്പോഴെങ്കിലും നമ്മൾക്ക് ഒരു പ്രത്യേക സന്തോഷമോ ഒരു പ്ലഷർ മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനോ ഒക്കെ വരുമ്പോഴാണ് ഇത് റിലീസ് ചെയ്യുന്നത്. സന്തോഷവും പ്ലഷറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഡസ് ദി സെക്ഷൻ 64 ഓഫ് NDPS ആക്ട് സ്റ്റേറ്റ്? ഇതും ഡ്രഗ് അബ്യൂസസിൽ നിന്നുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ഡ്രഗ് അബ്യൂസിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഈ ക്വസ്റ്റ്യൻ അതുപോലെ കൊടുത്തിട്ടുണ്ട്. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് immunity from prosecution to addicts volunteering for treatment, provided that the said immunity from prosecution may be withdrawn if the addict does not undergo the complete treatment for de-addiction. Next question is, what is UTM? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സൗത്ത്വെല്ലിൻ്റെ എസ്സേയിൽ നിന്നുള്ളതാണ്. UTM എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. It was suggested by the mathematician Alan Turing in the year 1930. Turing machine is the machine level equivalent to a digital computer. ഇനിയുള്ള അടുത്ത ചോദ്യവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന് തന്നെയുള്ളതാണ്. ദാറ്റ് ഇസ് ഡിഫൈൻ AI. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്
is an intelligence demonstrated by machines. It is the simulation of human intelligence possessed by the machine. മെഷീൻ മനുഷ്യരോടൊപ്പം നിന്ന് കാണിക്കുന്ന ആ ഒരു ഇൻ്റലിജൻസിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഫേഷ്യൽ ഡിറ്റക്ഷൻ, മൊബൈൽ ഫോണിനകത്ത് നമ്മൾ ഫേസ് ഡിറ്റക്ട് ചെയ്തത് അൺലോക്ക് ചെയ്യില്ലേ, അതാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വെൻ വാസ് ദ ടേം സെക്യുലറിസം ഫസ്റ്റ് യൂസ്ഡ്? The term secularism was first used in 1851. Next question, what is MSD and RSI? Living in the Planet of the Apps-നകത്ത് ഖൈറുനിസ മെൻഷൻ ചെയ്യുന്ന ആ 2-3 ഡിസീസ് ഇല്ലേ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ എക്സസീവ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന റോട്ടോകഫ് സിൻഡ്രോം ഒക്കെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞില്ലേ, അതാണ്. MSD എന്ന് പറഞ്ഞാൽ മസ്കുലോ സ്കെലറ്റൽ ഡിസോർഡർ ആൻഡ് RSI എന്ന് പറഞ്ഞാൽ റെപ്പറ്റീവ് സ്ട്രെസ് ഇഞ്ചുറി. Coming question is, when did the General Assembly adopt the Universal Declaration of Human Rights? The answer is 10th December 1948. The General Assembly adopted the Universal Declaration of Human Rights as a common standard of achievement for all peoples and nations. The 8th question is, what does Adam Smith state about infanticide? ഇന്ത്യാസ് വിമൻ ദ മിക്സഡ് ട്രൂത്ത് എന്ന അമർത്യ സെന്നിൻ്റെ എസ്സയിലാണ് ആദം സ്മിത്തിൻ്റെ ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അവിടെ ആദം സ്മിത്ത് ഇൻഫൻറ്റിസൈഡിനെ കുറിച്ചും പറയുന്നുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏൻഷ്യൻ ഗ്രീസിൽ ഇൻഫൻറ്റിസൈഡ് എന്ന് പറയുന്നത് ഒരു മാസമായിട്ടുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത കാര്യമായിരുന്നു. ഈവൻ പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിലും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹി സ്റ്റേറ്റ്സ് ദാറ്റ് മെനി സൊസൈറ്റീസ് ആർ ബൗണ്ട് ബൈ parochialism ആൻഡ് ദേ വാല്യൂ only കസ്റ്റംസ്, മാനേഴ്സ് ആൻഡ് കൾച്ചറൽ ബിലീഫ്. ഒരു കുട്ടി ബർത്ത് ഡിസോർഡറുമായി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ കൊന്നു കളയുക എന്നതായിരുന്നു അവരെടുത്ത ആദ്യത്തെ തീരുമാനം. എന്നാൽ ആ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. അപ്പം നമ്മളൊരു പർട്ടിക്കുലർ കോർണറിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നം വലുതായിരിക്കും, അതിനൊരൊറ്റ സൊല്യൂഷനേ കാണുന്നുള്ളൂ. പക്ഷേ ആദം സ്മിത്ത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് രാജ്യങ്ങളുടെ കൾച്ചറും മറ്റാളുകൾ ഈ പ്രശ്നത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നും കൂടെ വിലയിരുത്തിയിട്ട് വേണം ഒരു ഡെഫിനറ്റ് കൺക്ലൂഷനിലോട്ട് നമ്മൾ വരാനായിട്ട്. ഇപ്പം ഇൻഫൻറ്റിസൈഡ്, ഇപ്പോൾ ബർത്ത് ഡിസോർഡർ ഉള്ള എത്രയോ കുട്ടികൾ വീണ്ടും നല്ല രീതിയിൽ ഉയർന്ന നിലയിൽ ജീവിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും ഒന്നും നിങ്ങൾ ഇതിനകത്ത് എഴുതണ്ട, ഞാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഇച്ചിരി കൂടെ ഡിഫൈൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഫൻറ്റിസൈഡ് എന്ന് പറയുന്ന ആ ഒരു parochialismത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അതൊന്ന് ചുരുക്കി നിങ്ങൾ എഴുതിയാൽ മതി. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഡിഡ് ഏജിങ് ഇൻ ഇന്ത്യ ഇൻക്രീസ്ഡ് എക്സ്പൊണൻഷ്യലി? Aging in India is exponentially increasing due to the impressive gains that society has made in terms of increased life expectancy. ഈ ഒരൊറ്റ ഡെഫിനേഷൻ ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതിയാൽ മതിയാകും. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏജിങ് ഇൻ ഇന്ത്യ എന്നുള്ള ഏജിങ് ഇൻ ഇന്ത്യ സം സോഷ്യൽ ചാലഞ്ചസ് ടു എൽഡർലി കെയർ എന്ന അബേബി മാനയുടെ എസ്സേയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരൊറ്റ ഡെഫിനേഷൻ മാത്രം എഴുതിയാൽ മതി. And here is the final question from our 1 mark question section, and that is, expand and define GNP. GNP എന്ന് പറഞ്ഞാൽ Gross National Product. It is an estimate of the total value of all the final products and services turned out in a given period by the means of production owned by a country's residents. Now we are moving to the B part of our question, and in this section we have to attempt any 8 questions in not more than 50 words, and each question carries 2 marks. That means that in total 16 marks. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 1 മാർക്കിൽ എഴുതിയതുപോലെ 1-2 സെൻറ്റൻസ് അല്ല, അതിനേക്കാൾ കുറച്ചും കൂടെ കാര്യങ്ങൾ വിവരിക്കേണ്ട ഒരു സെഷനാണ് എന്ന് കരുതി ഒരുപാട് സമയം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയും ചെയ്യരുത്. ടൈം മാനേജ് ചെയ്ത് വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട്. നമുക്കിനി 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ അതിനകത്ത് അറ്റൻഡ് ചെയ്യണം. ആൻഡ് 50 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് എഴുതുകയും വേണം. അപ്പോൾ 30 മാർക്കിൻ്റെ സെക്ഷൻസ് ഒക്കെ കിടക്കുമ്പോൾ ടൈം മാനേജ് ചെയ്ത് എഴുതുവാനായിട്ട് ശ്രമിക്കുക. So now we can discuss the first question from the part B of our question paper, that is, explain the different causes for drug abuse state in the prescribed essay. സമുദ്രാനിൽ മുഖർജിയുടെ ഡ്രഗ് അബ്യൂസസ് കോസസ് ആൻഡ് ഇറ്റ് സൊല്യൂഷൻസ് എന്ന എസ്സേയിൽ ഡ്രഗിന് കാരണമാകുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഫാക്ടേഴ്സാണ് ഇതിനകത്ത് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ദ മേജർ റീസൺ ഫോർ ദി പ്രിവലൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ് that he mentioned in this essay is the attitude of popular media. ഇപ്പോൾ ടെലിവിഷനിലും സിനിമയിലും ബാക്കി പോപ്പുലർ സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം ഡ്രഗിനെ പോർട്രേ ചെയ്തിരിക്കുന്നത് ഇമാജിനറി പോസിറ്റീവ് ആസ്പെക്ട്സിലൂടെയാണ്. നമ്മൾ ആരാധിക്കുന്ന ഒരു കഥാപാത്രം ആൽക്കഹോളിക് ആയിട്ട് വന്നിട്ട് കുറച്ച് പഞ്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പം
പോപ്പുലർ മീഡിയാസിലെ ഡ്രഗിനെ ഒരു പോസിറ്റീവ് ലൈറ്റിൽ കാണിക്കുന്നത് കുട്ടികളെ മിസ്ഗൈഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് കുട്ടികൾക്ക് ഡ്രഗ് യൂസ് ചെയ്യാനൊരു ടെൻഡൻസി വർദ്ധിപ്പിക്കുന്ന കാരണങ്ങളാണ്. മറ്റൊന്ന് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്, ഫാമിലിയിലൊക്കെ ഒരു ഗ്യാതറിങ് ഗെറ്റ് ടുഗെദറൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ ഇത് എത്രത്തോളം റിസ്കി എലമെൻ്റ് ആണെന്നുള്ളത് പറയും. അപ്പം ചില കുട്ടികൾക്ക് ഈ റിസ്കി എലമെൻറ്റ്സ് ത്രില്ലിംഗ് ആയിട്ട് തോന്നും. ബാക്കി ചിലർക്ക് അവരുടെ പിയർ ഗ്രൂപ്പിൽ ഷൈൻ ചെയ്യാനും ഒരു അറ്റൻഷൻ കിട്ടുവാൻ വേണ്ടി അവർ ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അദ്ദേഹം മെൻഷൻ ചെയ്യുന്ന കോസസ് ഇതൊക്കെയാണ്. ദ ടെലിവിഷൻ ആൻഡ് ഫിലിം ഗ്ലോറിഫൈ ആൻഡ് റൊമാൻറ്റിസൈസ് ദ യൂസ് ഓഫ് ഡ്രഗ്സ്. ദേ ഹൈലൈറ്റ് സം ഓഫ് ഇറ്റ്സ് ഇമാജിനറി പോസിറ്റീവ് ആസ്പെക്ട്സ് വിച്ച് മിസ്ഗൈഡ് ദി യങ് ജനറേഷൻ. And also they consider it as a thrilling experience. All of these factors and circumstances are the cause of drug abuse. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇതിനകത്ത് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിസ്ക്രൈബ് അലൻ ട്യൂറിങ്സ് കോൺട്രിബ്യൂഷൻ ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അലൻ ട്യൂറിങ്ങിൻ്റെ കോൺട്രിബ്യൂഷൻ മുഴുവൻ എഴുതുക. അപ്പോൾ നമ്മൾ ആ ട്യൂറിങ് ടെസ്റ്റ് ഒക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്യണം. ദ കീ കോൺസെപ്റ്റ് ദാറ്റ് ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സൽ ട്യൂറിങ് മെഷീനാണ്. അപ്പം അതിനുള്ള കാര്യങ്ങളും 1950 അലൻ ട്യൂറിങ് പ്രപ്പോസ് ചെയ്ത സിമ്പിളായിട്ടുള്ള ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ഇല്ലേ നമ്മുടെ എസ്സേയിൽ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഭാഗമായാണ് ഈ വലിയ വലിയ മാറ്റങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ട് വന്നത്. അതെല്ലാം മെൻഷൻ ചെയ്യുക. The test was conducted to see if a machine was capable of intelligent thought. അത് ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ച് ഇതിനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ആ ട്യൂറിംഗ് ടെസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഡസ് ഡ്രഗ് അബ്യൂസ് എഫക്ട്സ് ദ ബ്രെയിൻ ഓഫ് ദി യൂസർ? ഇപ്പോൾ ഡ്രഗ് അബ്യൂസിൽ നിന്ന് തന്നെ ഒന്നിലധികം ചോദ്യങ്ങളായി. അപ്പോൾ ആ എസ്സേ നന്നായിട്ട് നിങ്ങളൊന്ന് വായിക്കുക. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസേഴ്സ്, ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതുക. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്നതിൽ തെറ്റില്ല, പക്ഷേ ആദ്യം എപ്പോഴും ടെക്സ്റ്റിലെ കാര്യങ്ങൾ സൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോട്ട് ചെയ്ത് മെൻഷൻ ചെയ്ത് പോവുക. അതിനുശേഷം അതിനെ ജനറൽ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്യുക. എന്നാൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ടിപ്സാണതെല്ലാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്, ഇപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ കമ്മ്യൂണിക്കേഷനെ ഡ്രഗ് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദ ഡിസ്റ്റർബ് ദ വേസ് ഇൻ വിച്ച് അവർ നെർവ് കോൾ സെൻഡ്, പ്രോസസ് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ അല്ലേ. ഓൾമോസ്റ്റ് ഓൾ ദ ഡ്രഗ്സ് യൂസസ് ഡോപ്പമൈൻ and they overstimulate the reward system of the brain, and as a result the drug users find that he has to depend on drugs for pleasure. അതായത് ഈ ഡ്രഗിൻ്റെ യൂസേജ് കാരണം നെർവ് സെൽസിനൊന്നും കൃത്യമായ രീതിയിലും മെസ്സേജുകളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. മറ്റൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു യുഫോറിക് ബിഹേവിയറിലോട്ട് അത് എത്തിക്കുന്നു. ഡ്രഗ് എക്സസീവായി യൂസ് ചെയ്യുമ്പോൾ ബ്രെയിനിൽ ഡോപ്പമൈൻ്റെ പ്രൊഡക്ഷൻസ് കുറയും. Thus, the person has to depend on more and more drugs to keep the dopamine production level normal. അതായത് ഡോപ്പമൈൻ്റെ ലെവൽ നോർമൽ ആക്കുവാനായിട്ട് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്ക് വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെ ഹ്യൂമൻ ബ്രെയിൻ്റെ നോർമൽ ഫങ്ഷനെ ഈ ഡ്രഗ് ഒക്കെ വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ തുടർന്ന് ആൾക്ക്, ഈ ഡ്രഗ് യൂസർ ആയിട്ടുള്ള ഒരാൾക്ക് വീണ്ടും വീണ്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ബ്രെയിനിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നെർവ് സെൽസിൻ്റെ കേസിലും ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഫങ്ഷൻസിനും എല്ലാം എഫക്റ്റ് ചെയ്യുന്നതാണ് ഡ്രഗിൻ്റെ ഓവർ യൂസേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, what were the suggestions the author received regarding the steps to cure her disease? ഇത് ഏത് എസ്സേയിൽ നിന്നുള്ള ചോദ്യമാണ്? ലിവിങ് ഇൻ ദി പ്ലാനറ്റ് ഓഫ് ദ ആപ്സ്, ഖൈറുനിസ എയുടെ എസ്സേയിൽ നിന്നുള്ള ചോദ്യമാണ്. അതിൻ്റെ കണ്ടൻറ് അറിയാമല്ലോ. മൊബൈൽ ഫോൺ അഡിക്റ്റ് അല്ല, അതേസമയം കമ്പ്യൂട്ടർ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. തുടർന്ന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറും അവരുടെ ഹസ്ബൻഡും കൂടെ കുറേ സജഷൻസ് കൊടുക്കും എങ്ങനെ ആ ഒരു ഡിസീസ് ക്യൂർ ചെയ്യണം എന്നുള്ളത്. ആ കൊടുക്കുന്ന സജഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഷീ വാസ് ആസ്ക്ഡ് ടു അഡ്ജസ്റ്റ് ദ ചെയർ സോ ദാറ്റ് ദ സ്ക്രീൻ വിൽ ബി അറ്റ് ഹർ ഐ ലെവൽ, ആൻഡ് ഓൾസോ ഷീ ബ്രോട്ട് ഫാറ്റ് കുഷ്യൻസ്. ദെൻ ഷീ വാസ് ഓൾസോ ആസ്ക്ഡ് ടു സിറ്റ് വിത്ത് ലെഗ്സ് പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോർ, ആൻഡ് ദ നെക്സ്റ്റ് സജഷൻ വാസ് ഷീ ഷുഡ് റെസ്റ്റ് ഹർ എൽബോസ് അറ്റ് ദി സൈഡ്സ്, ആൻഡ് ഓൾസോ ഷീ വാസ് ആസ്ക്ഡ് ടു ടേക്ക് സർട്ടൻ ബ്രേക്സ്. ഇത് ഇത്രയുമാണ് നമ്മുടെ ഓതറിന് കിട്ടിയിട്ടുള്ള സജഷൻസ് ഹെൽത്ത് കെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പം ഏത് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, ഏതൊക്കെ രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കണം, ഐ ലെവലിലാണോ, സ്ക്രീൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, മൗസ് കീബോർഡ് ഇതൊക്കെ ഏതൊക്കെ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യണം, ഏത് പാറ്റേണിലായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഓരോരുത്തരും നമ്മുടെ റൈറ്ററിന് കൊടുത്തിട്ടുള്ള സജഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഫ്രം ലിവിങ് ഇൻ ദ പ്ലാനറ്റ് ഓഫ് ദ ആപ്സ്. ദ ക്വസ്റ്റ്യൻ ഈസ്,
വൈ ഇസ് ദ ഓതർ സ്കെപ്റ്റിക്കൽ റിഗാർഡിംഗ് ദ യൂസ് ഓഫ് സ്മാർട്ട് ഫോൺ? എന്തുകൊണ്ടാണ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് റീസൺസ് പറയുന്നില്ലേ? അതായത് അഡിക്റ്റഡ് ആയി പോകും, നോമോഫോബിയ എന്നുള്ളൊരു റീസൺ പറയുന്നുണ്ട്. അതുകൂടാതെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വൈഫൈ റിലേറ്റഡ് ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. പോസിബിലിറ്റീസ് ഓഫ് അഡിക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ട് അഡിക്റ്റഡ് ആകും എന്നുള്ളത് കൊണ്ടാണ് ഫോൺ യൂസ് ചെയ്യാത്തതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഷി ഓൾസോ മെൻഷൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് സ്മാർട്ട് ടു യൂസ് സ്മാർട്ട് ഫോൺസ്. ഷി സജസ്റ്റ് ഹർ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഫോർ സപ്പോർട്ടിങ് ദീസ് ആർഗ്യുമെൻറ്റ്സ്. ഒരു കൂട്ടുകാരൻ്റെ എക്സാമ്പിളും ഒരു കൂട്ടുകാരിയുടെയൊക്കെ എക്സാമ്പിൾ പറയുന്നുണ്ട് ഇതിനകത്ത്. ഫാൻറ്റം ക്യാറ്റ് ഇൻസിഡൻ്റ് ഒക്കെ മെൻഷൻ ചെയ്യുന്നില്ലേ? അതുകൂടാതെ അയാളുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ സ്മാർട്ട് ഫോൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് സ്മാർട്ട് ഫോൺ അയാളുടെ കമാൻഡ് കേൾക്കാതെ വരുന്ന സമയത്ത് ഹി സ്റ്റാർട്ടഡ് കേഴ്സിങ് ദ ഫോൺ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നില്ലേ? അപ്പോൾ അതെല്ലാം മെൻഷൻ ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ചുരുക്കി എഴുതുക. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഈ ക്വസ്റ്റ്യൻ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നുള്ളതാണ്. ലിയ ലെവിൻ്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന എസ്സേയുടെ കൺക്ലൂഡിംഗ് പാർട്ടിനകത്ത് ദ റൈറ്റ്സ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 2 kinds എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചും സെക്കൻഡ് പാർട്ടിൽ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ ഇക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ റൈറ്റ് എന്ന് പറയുന്നത് വിച്ച് റിലേറ്റ്സ് ടു ദ റൈറ്റ് ടു വർക്ക്, equal pay for equal work, the right to form and join trade unions, the right to an adequate standard of living, the right to education and the right to participate freely in cultural life. ഇതാണ് ഇക്കണോമിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ റൈറ്റ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. ആ എസ്സേ ക്ലിയർ ആയിട്ട് വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. Okay, and the next question is discuss the method of formulating the ratio of girls to boys in India. അമർത്യ സെന്നിൻ്റെ ഇന്ത്യാസ് വിമൻ ദി മിക്സഡ് ട്രൂത്ത് എന്ന ഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണിത്. ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഫീമെയിൽ മെയിൽ റേഷ്യോ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. സിൻസ് ബർത്ത് രജിസ്ട്രേഷൻ ഇസ് ഇൻകംപ്ലീറ്റ് ഇൻ ഇന്ത്യ, ദ റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ് അറ്റ് ബർത്ത് ആർ കാൽക്കുലേറ്റഡ് ബൈ ഫസ്റ്റ് ലുക്കിംഗ് അറ്റ് ദി actual numbers of girls and boys in the age group between 0 and 6, and then working backward to the female male birth ratio by adjusting the 0 to 6 figures for differences in mortality rates at specific ages between birth and age 6. അതായത് നമ്മുടെ ഇന്ത്യയിൽ ബർത്ത് രജിസ്ട്രേഷൻ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ എടുക്കുന്നത് ആദ്യം എത്രത്തോളം കുട്ടികളാണ് 0 തൊട്ട് 6 ഏജിനകത്ത് വരുന്നതെന്നുള്ള കുട്ടികളുടെ ലിസ്റ്റ് എടുത്തിട്ട് തുടർന്നുള്ള മെത്തേഡ്സിലൂടെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പോർഷൻ ഞാൻ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അത് വായിച്ചാൽ മതി. ഇത് ഡിഫൈൻ ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല, കാര്യം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഓഡിയോ ആൻഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഭാഗം ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വായിക്കുമ്പോഴത്തേക്കും എങ്ങനെ ഉത്തരം എഴുതണം എന്നുള്ളൊരു ധാരണ ലഭിക്കും. The next question is also from Amartya Sen's India's Women and the Mixed Truth. The question is, what is Amartya Sen's views about the female-male ratio in different parts of India? അതായത് ഫീമെയിൽ മെയിൽ റേഷ്യോയെക്കുറിച്ച് ഈ എസ്സേയിലുടനീളം അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഗേൾസിനേക്കാൾ കൂടുതൽ ലോകത്ത് ജനിക്കുന്നത് ആൺകുട്ടികളാണ്. റേഷ്യോ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ സർവൈവലിൻ്റെ കാര്യം വരുമ്പോൾ ഫീമെയിലാണ് ബെറ്ററായിട്ട് സർവൈവ് ചെയ്യുന്നത്. യൂട്രസിനകത്ത് കുഞ്ഞുങ്ങൾക്ക് ഈക്വൽ കെയർ ലഭിച്ചാൽ പെൺകുഞ്ഞുങ്ങളാണ് കൂടുതൽ സർവൈവ് ചെയ്യുവാനുള്ള ചാൻസ്. ബിറ്റ്വീൻ 2005 to 2010 എങ്ങനെയാണ് ആവറേജ് റേഷ്യോ എടുത്തതെന്ന് അദ്ദേഹം പറയുന്നു. The average ratio of female to male birth for Europe as a whole was 943 female per 1000 males. യൂറോപ്യൻ കൺട്രീസിൻ്റെ പ്ലോസിബിൾ വേരിയേഷൻ ഉണ്ടെന്നും അദ്ദേഹം ഈ എസ്സേയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പല പ്ലേസിലെയും കണക്കുകൾ നോക്കുമ്പോൾ സെലക്റ്റീവ് അബോർഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഫീമെയിൽ മെയിൽ റേഷ്യോ നോക്കുമ്പോഴത്തേക്കും ആൺകുട്ടികളുടെ എണ്ണം കൂടുതലും മിസ്സിംഗ് ഗേൾ ചൈൽഡിൻ്റെ എണ്ണം കൂടുകയുമാണ് ചെയ്യുന്നത്. അതായത് ജനന കേസിൽ ആൺകുട്ടികളുടെ എണ്ണം കൂടുകയും മിസ്സിംഗ് വിമൻ്റെ സീനിൽ വരുമ്പോൾ പെൺകുട്ടികളുടെ എണ്ണവും കൂടും. അതായത് ജനന നിരക്കിൽ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കുറവാണ് എന്നാണ് ആ റേഷ്യോ വെച്ച് അദ്ദേഹം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ദ കമ്മിങ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഓൾഡ് ഏജ് കെയർ. ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ഏജിങ് ഇൻ ഇന്ത്യ, സം സോഷ്യൽ ചാലഞ്ചസ് ടു എൽഡർലി കെയർ. ദ എസ്സേ വാസ് റിട്ടൺ ബൈ അഭയ് ബി മാനെ. ആ എസ്സേയിൽ നിന്നുള്ള ചോദ്യമാണിത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ എസ്സേ വായിക്കുമ്പോൾ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്നും ചേഞ്ചിങ് ഫാമിലി സ്ട്രക്ചർ, ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പാരഗ്രാഫാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാര്യം
ഇൻക്രീസിങ് ലോങ്വിറ്റി കാരണം വൃദ്ധജനങ്ങൾക്ക് അസുഖം വരുവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ അവർക്ക് ഈ അസുഖം വരുമ്പം അവർക്ക് പ്രോപ്പറായിട്ട് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, ട്രീറ്റ്മെൻറ്റ് എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ജെറിയാട്രിക് വിഭാഗത്തിൽ ആൾക്കാർ കുറവാണ്. ഇതൊക്കെയാണ് ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന പോരായ്മകളായിട്ട് നമ്മുടെ റൈറ്റർ ചൂണ്ടിക്കാണിക്കുന്നത്. ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ വൃദ്ധജനങ്ങളുടെ ഈ എൽഡർലി പീപ്പിളിൻ്റെ അസുഖങ്ങളുമായി റിലേറ്റ് ചെയ്ത മെഡിക്കൽ ബ്രാഞ്ചാണ്. പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ച്. അപ്പോൾ ഈ ജെറിയാട്രിക്കിലൊക്കെ പ്രോപ്പർ സർവീസസ് ലഭിക്കുന്നില്ല, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായ ഫോക്കസ് അറ്റൻഷൻ ലഭിക്കുന്നില്ല പബ്ലിക് അതോറിറ്റിയിൽ നിന്ന്. അതൊക്കെയാണ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് അദ്ദേഹം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് സിഗ്നിഫൈഡ് ആയിട്ട് ഇമ്പ്രൂവ് ആയി വരേണ്ട കാര്യമാണ്. അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഗ്രോത്ത് എൽഡർലി പീപ്പിളിൻ്റെ കേസിൽ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഇത് ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ ചുരുക്കി എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡസ് ദി ഓതർ സ്റ്റേറ്റ് അബൌട്ട് ബോയ് പ്രിഫറൻസ്. ബോയ് പ്രിഫറൻസിനെ കുറിച്ച് ഓതർ എന്താണ് പറയുന്നതെന്നാണ്. ഇത് ഏത് എസ്സേയിൽ നിന്നുള്ള ചോദ്യമാണ്? ഇതും ഇന്ത്യാസ് വിമൻ ദ മിക്സഡ് ട്രൂത്ത് എന്നുള്ള നമ്മുടെ അമർത്യ സെന്നിൻ്റെ എസ്സേയിൽ നിന്നുള്ള ചോദ്യമാണ്. ആ എസ്സേയിൽ ബോയ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ടേം മെൻഷൻ ചെയ്യുന്നുണ്ട്. ബോയ് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇനീക്വാളിറ്റിയാണ്. കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. പക്ഷേ ഗേൾ ചൈൽഡ് ബോയ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ബോയ് ചൈൽഡിന് എവിടെയും ഒരു പ്രയോറിറ്റി, ഒരു പ്രിഫറൻസ് ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഏത് സ്ഥലത്ത് ചെന്നാൽ പോലും, അത് എഡ്യൂക്കേറ്റഡ് വിമൻ ആണെങ്കിൽ പോലും എഡ്യൂക്കേഷൻ ഇല്ലാത്ത സ്ത്രീകളുടെ കേസിലാണെങ്കിൽ പോലും സൊസൈറ്റി ഇംപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു വെനമസ് ആയിട്ടുള്ള ഒരു സജഷനാണിത്. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ കുടുംബം നോക്കിക്കോളും, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കെട്ടിച്ച് വിടണ്ടേ, നമുക്കൊന്നും കിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു വെനമസ് ആയിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള ഒരു സജഷൻ ഇൻജെക്റ്റ് ചെയ്യാണ് സൊസൈറ്റി ചെയ്യുന്നത്. അതിനെയാണ് ബോയ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ആൺകുട്ടി ആണെങ്കിൽ, ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അത്രയും സന്തോഷം. അങ്ങനെ ഒരു ലേബലിങ്ങിനെയാണ് ബോയ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം കുട്ടി ആണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഹെൽത്തിന് വേണ്ടി മാത്രം കൂടുതൽ കെയർ കൊടുക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആൺകുട്ടികൾക്കൊരു പ്രയോറിറ്റി കൊടുക്കുക. ഇതെല്ലാമാണ് ഇതിനകത്ത് ബോയ് പ്രിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റെൻഡിങ് ഫ്രം നോർത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഏഷ്യ ടു സൗത്ത് ഏഷ്യ, ഇൻക്ലൂഡിങ് ഏഷ്യ ആൻഡ് ഈസ്റ്റ് ഏഷ്യ, ഇൻക്ലൂഡിങ് ചൈന, ഇവിടെ എല്ലാം ബോയ് പ്രിഫറൻസ് കാണുമെന്നാണ് അദ്ദേഹം പറയുന്നത്. The coming question is, that means the last question from our part B of the question paper. What was the effect of globalization on China? ഇത് ഗ്ലോബലൈസേഷൻ ഓഫ് ഇനീക്വാളിറ്റി എന്നുള്ള പി സായിനത്തിൻ്റെ ക്വസ്റ്റ്യൻ എസ്സേയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിരിക്കുന്നത് ചൈനയിൽ എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ്റെ എഫക്റ്റ് കാണുവാൻ സാധിച്ചതെന്നാണ്. ചൈന, ലോങ് വൺ ഓഫ് ദ മോസ്റ്റ് എഗ്ലിറ്റേറിയൻ സൊസൈറ്റീസ് ഇൻ ദ വേൾഡ്, നൗ ഹാസ് കൗണ്ട്ലെസ് dollar millionaires, yet the gap between rich and poor, coastal and interior, China has grown worse. Also, the effects of certain kinds of development show up in other ways. Two giant and rapidly growing sectors catch the eye. Both are misery related. One, according to the China's own people's procurate, is corruption. The other is prostitution. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ വായിച്ചത്. ചൈനയുടെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് അവിടെ റിച്ച് എന്നും റിച്ചായിട്ടും പുവറും റിച്ചും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വർദ്ധിച്ചു. പാവപ്പെട്ടവൻ വീണ്ടും വീണ്ടും ദാരിദ്ര്യപൂർണ്ണ അവസ്ഥയിലോട്ടും പോയി, പണക്കാരെന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഉയർന്ന തലത്തിലേക്കുള്ള ജീവിക്കുന്ന ലെവലിലോട്ടും ആയി. പ്രോസ്റ്റിറ്റ്യൂഷനും കറപ്ഷനും ചൈനയിൽ വർദ്ധിച്ചു വന്നു. ഇതാണ് ഗ്ലോബലൈസേഷൻ്റെ കാരണത്താൽ ചൈനയിലുണ്ടായ ഏറ്റവും വേഴ്സൻഡ് ആയിട്ടുള്ള മിസറബിൾ സിറ്റുവേഷൻ. Now we can move on to the part C section of our question paper, and in this section each question carries 4 marks and we have to attempt 6 questions in around 100 words. 4 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻ്റെ സെഷനാണിത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ കഴിയുന്നതും ആൻസർ ടു ദ പോയിൻ്റ് എഴുതുക. എന്താണോ ചോദ്യം അതിനുത്തരം എഴുതാൻ ശ്രമിക്കുക. സമ്മറി അല്ല ചോദിക്കുന്നതെങ്കിൽ സമ്മറി എഴുതാതിരിക്കുക. എന്ത് ചോദ്യം ചോദിച്ചാലും സമ്മറി എഴുതി വെക്കുന്നതാണ് നമ്മുടെ ടെൻഡൻസി. അങ്ങനെ പാടില്ല. നിങ്ങളുടെ ആൻസറിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നാണ് നോക്കുന്നത്. എത്രത്തോളം നീളമുണ്ട്, എത്രത്തോളം പേജ് ഉണ്ടെന്നല്ല ചെക്ക് ചെയ്യുന്നത്. അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഇപ്പം തെങ്ങിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അതിനെക്കുറിച്ച് എഴുതുക, അല്ലാതെ അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന പശുവിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും എഴുതി വെക്കരുത്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആൻസർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ലാംഗ്വേജ് പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടത് ക്രിട്ടിക്കലായിട്ട് അതിനെ വാല്യൂ ചെയ്ത് നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിസ്ക്രൈബ് ട്യൂറിംഗ് ടെസ്റ്റ് ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഗാരറ്റ് സൗത്ത്വെല്ലിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് എഴുതുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിൽ അതിനുള്ള റെലവൻസും എഴുതുക.
എന്താണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് അറിയാലോ. ഇൻ ദിസ് ടെസ്റ്റ് എ മെഷീൻ ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ആർ പുട്ട് ഇൻ ഡിഫറെൻറ്റ് റൂംസ് ആൻഡ് ദേ ഹാവ് എ സ്ക്രീൻ ആൻഡ് എ കമ്പ്യൂട്ടർ കീബോർഡ് വിത്ത് ദം ആൻഡ് എക്സാമിനർ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദെയർ ഐഡൻറ്റിറ്റി. റൈറ്റ്, അങ്ങനെയാണ് ട്യൂറിംഗ് ടെസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. He can communicate them through text or via message, and if examiner fails to find out their identity, it shows that machine had won the test. ഇതാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത്, അതെങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചുരുക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരുപാട് ഡിഫൈൻ ചെയ്ത് സമയം കളയുന്നില്ല. ഇതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ നോട്ട്സോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെ ഇതിനൊക്കെ ആൻസർ ചെയ്യാം, എന്താണ് ഇതിൻ്റെ ആൻസർ സെക്ഷനിൽ വരുന്നത് എന്നത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിസ്കസ് ദ ഡിഫറെൻറ്റ് എക്സസൈസസ് ദാറ്റ് ദി ഓതർ ഡിഡ് ടു ക്യൂർ ഹെർ റൊട്ടേറ്റഡ് കഫ് ടിയർ. ലിവിങ് ഇൻ ദ പ്ലാനറ്റ് ഓഫ് ദ ആപ്സ് എന്ന് പറയുന്ന എസ്സേയിൽ നമ്മുടെ ഓതർ കമ്പ്യൂട്ടർ എക്സസീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ വരുന്ന അസുഖമാണ് റൊട്ടേറ്റഡ് കഫ് ടിയർ എന്നുള്ളത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ ഒരുപാട് സജഷൻസ്, ഒരുപാട് എക്സസൈസസ് പറഞ്ഞു കൊടുക്കും. ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ എക്സസൈസ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ പേജ് അറ്റാച്ച് ചെയ്യാം, നിങ്ങളതൊന്ന് കണ്ട് മനസ്സിലാക്കുക. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും എന്താണ് ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ളത്. ഒന്ന് വായിക്കാം ഞാൻ. I began on the exercises. I drew circles in the air like a low IQ wizard. I bent sideways like a badly positioned wall clock to make pendulum movements with my arm. In another exercise, my fingers crawled up and down the wall like a zombie spider. My husband suggested I hold a dishcloth and choose different surfaces. Each time I did the spider climbing exercise so that I could get some cleaning done in the process. ഇത് തമാശ രൂപേണ മെൻഷൻ ചെയ്യുന്ന കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ വരുന്നുണ്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ ആ കാര്യത്തിൽ. നിങ്ങളത് വായിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിസ്ക്രൈബ് ദ ഫോർമേഷൻ ഓഫ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ക്വസ്റ്റ്യൻ ഏതിൽ നിന്നുള്ളതാണ്? ലിയ ലെവിൻ്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന എസ്സേയിൽ നിന്നുള്ളതാണ്. ഫോർമേഷൻ തൊട്ട് എന്തൊക്കെ റിട്ടൺ നോംസ് ആണ് വന്നിട്ടുള്ളതെന്നുള്ളത് ആ എസ്സേ വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ വീഡിയോയിൽ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഇത് ഞാൻ ഹോൾ നോട്ട്സ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വേണം എന്നുള്ളവർ അത് കയറി കണ്ടാൽ മതി. അപ്പോൾ ഇതിനകത്ത് എഴുതേണ്ടത് ആ ഹോൾ കാര്യങ്ങൾ ചുരുക്കി, എന്നാൽ എസ്സേ അല്ല, 15 മാർക്കിൻ്റെ എസ്സേ അല്ല, 4 മാർക്കിൻ്റെ ചോദ്യമാണെന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിസ്കസ് ദ ട്രാൻസിഷൻ ഓഫ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ കാര്യം നമ്മുടെ എസ്സേയിൽ മെൻഷൻ ചെയ്യുമ്പോൾ കുറച്ച് റേഷ്യോ കണക്ക് വെച്ചാണ് അത് പറയുന്നത്. യു ഹാവ് ടു റീഡ് ദാറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മീൻസ്, ദാറ്റ്സ് ഓൾ. എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരികയും ഉള്ള കുഞ്ഞുങ്ങളുടെ ആരോഗ്യ നിലയിൽ വന്ന മാറ്റം എന്തൊക്കെയാണ് അതും അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് ആദ്യകാലത്ത് ബംഗ്ലാദേശിലൊക്കെ ചൈൽഡ് മാരേജ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ കൊച്ചു കുട്ടികളെ പിടിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചോ പുറം ലോകത്തെക്കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ല. അപ്പോൾ അവിടെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുകയായിരുന്നു. കാര്യം അവർക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എസ്സേയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, വായിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. Next question is explain the impact of female education in women empowerment. ഇതും ഇന്ത്യാസ് വിമൻ ദ മിക്സഡ് ട്രൂത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ജനറലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആ എസ്സേയിൽ നിന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കണ്ടില്ലേ എത്ര ഈസിയാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ വിമൻ എംപവർമെൻറ്റിൻ്റെ കാര്യം അതിനകത്ത് പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ട് തന്നെ അവരുടെ വോയിസ് പല ഇനീക്വാളിറ്റീസിനും നേരെ ജസ്റ്റിസിന് വേണ്ടി അവർക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ ലഭിച്ചതിലൂടെ ഈ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, പെൺകുട്ടികളുടെ മരണനിരക്കിൽ മാറ്റം വന്നിട്ടുണ്ട്, ഫെർട്ടിലിറ്റി റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ സെലക്റ്റീവ് അബോർഷൻ ഓഫ് സെക്സ്, നെയ്റ്റാലിറ്റി ഡിസ്ക്രിമിനേഷനില്ലേ, ഈ കുഞ്ഞ് ആണാണോ പെണ്ണാണോ അമ്മയുടെ വയറ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പെൺകുട്ടിയാണെങ്കിൽ അതിനെ കൊന്നുകളയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്തതിലൂടെ സമൂഹത്തിൽ ആൺകുട്ടി പെൺകുട്ടി എന്നൊരു വേർതിരിവില്ലാതെ ഏത് കുട്ടീനെ ആണെങ്കിലും ഒരേപോലെ സ്നേഹിക്കുവാനുള്ളൊരു മനസ്സ് അവർക്ക് വന്നു തുടങ്ങി. അത് പ്രോപ്പർ എഡ്യൂക്കേഷൻ ലഭിച്ചത് കൊണ്ട് തന്നെയാണ്. ഇപ്പം കല്യാണത്തിന് ശേഷം എത്ര നാൾക്ക് ശേഷം കുഞ്ഞിനെ വേണം, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കണം എന്നൊക്കെയുള്ള ഇൻഡിപെൻഡൻറ്റ് വോയിസ് സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ ചോദിക്കുവാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസം മൂലമാണ്. എന്നിരുന്നാൽ കൂടി ഡിസ്ക്രിമിനേഷനും ഈ നെയ്റ്റാലിറ്റി ഡിസ്ക്രിമിനേഷൻ, ബോയ് പ്രിഫറൻസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുത്തു കളയാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഫ്രം ദി എസ്സേ ഇന്ത്യാസ് വിമൻ ദ മിക്സഡ് ട്രൂത്ത്. ദി ക്വസ്റ്റ്യൻ ഈസ് ഡിസ്കസ് ദി ഇനിഷ്യേറ്റീവ്സ് ഓഫ് ചൈന ആൻഡ് സൗത്ത് കൊറിയ ഇൻ വിമൻ എംപവർമെൻറ്റ്.
ചൈനയിലും സൗത്ത് കൊറിയയിലും സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് ഒരുപാട് അച്ചീവ്മെൻ്റ് അവർ നേടിയിട്ടുണ്ട്. എക്കണോമിക്കലി അവർ ഇൻഡിപെൻഡൻ്റ് ആയി. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളിലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൻ ഉണ്ടെങ്കിൽ കൂടി സർപ്രൈസിംഗ്ലി അവിടെ കോമൺ ആണ് സെലക്റ്റീവ് അബോർഷൻ ഓഫ് ഫീമെയിൽ ഫീറ്റസ് എന്നുള്ളത്. ഇതിനാൽ അവിടെ അവർ ബോധവൽക്കരണം നടത്തുകയും ആ ബോധവൽക്കരണത്തിലൂടെ ആളുകളിൽ കുറേ മാറ്റം വരുത്താൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ആ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ നിങ്ങൾ വായിക്കുക. ഈ എസ്സേ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. The next question is, give a brief overview about the impact of privatization. Privatization is one of the prime feature of corporate globalism, and also we can say that indeed it is an important policy of global corporates also. എല്ലായിടത്തും പ്രൈവറ്റൈസേഷൻ ആണല്ലേ. ഈച്ച് ആൻഡ് എവ്രിതിങ് ഫ്രം ഇൻഡസ്ട്രി ടു ഇൻ്റലക്ട് ഇസ് പ്രൈവറ്റൈസ്ഡ്. ഓരോ രാജ്യത്തിൻ്റെ അവസ്ഥ കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ചിന്തിക്കാൻ കഴിയാത്ത ഡിസ്ട്രസ്സാണ് പ്രൈവറ്റൈസേഷനിലൂടെ ഉണ്ടായതെന്ന്. സ്വകാര്യവൽക്കരണം എന്നതാണ് പ്രൈവറ്റൈസേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് തിങ്സ് ഇൻക്ലൂഡിങ് മൂവിങ് സംതിങ് ഫ്രം പബ്ലിക് സെക്ടർ ടു ദി പ്രൈവറ്റ് സെക്ടർ. അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ റീബിൽഡ് ചെയ്ത് അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആകുന്നു. സ്കൂളുകളെല്ലാം ഡിസ്ബാൻഡിൽ ചെയ്തിട്ട് അവിടെയും പുതിയ കോളേജസൊക്കെ ഹൈടെക് ഡൊണേഷൻ മേടിച്ചിട്ടുള്ള കോളേജസൊക്കെ വരുമ്പോൾ അത് പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സാധാരണക്കാരന് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എല്ലായിടത്തും ഈ പ്രൈവറ്റൈസേഷൻ വന്നു തുടങ്ങിയാൽ സാധാരണക്കാരന് ചെന്ന് കയറാൻ സ്ഥലമില്ലാത്തതുപോലെയാകും. ആ കാര്യങ്ങൾ നമ്മുടെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇനീക്വാളിറ്റി എന്ന എസ്സേയിൽ പീസ് ചെയ്യുന്നത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രൈവറ്റൈസേഷൻ്റെ മുഴുവൻ ഇമ്പാക്റ്റും ഇതിനകത്ത് ചുരുക്കി നിങ്ങൾ പറയുവാനായിട്ട് ശ്രദ്ധിക്കുക. ദി ഫൈനൽ ക്വസ്റ്റ്യൻ ഫ്രം അവർ പാർട്ട് സി സെക്ഷൻ ഈസ്, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഹെൽത്ത് കെയർ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതേ ആൻസർ തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലും വരുന്നത്. പ്രൈവറ്റൈസേഷനാണ്. ഹെൽത്ത് കെയറിലും പ്രൈവറ്റൈസേഷൻ നടക്കുകയാണ്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിട്ടും പണക്കാരെന്നും പണക്കാരായിട്ടും ഇരിക്കുന്ന അവസ്ഥയാണ്. സാധാരണക്കാരുടെ ജീവിത നിലവാരം താഴേക്ക് പോകും തോറും ഉയർന്ന തട്ടിൽ ജീവിക്കുന്നവർ അതുപോലെ നല്ല ട്രീറ്റ്മെൻറ്റ്സും നല്ല ഹെൽത്ത് കെയറിലും നല്ല എഡ്യൂക്കേഷനിലൂടെയും ഒക്കെയാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോൾ ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് റീബിൽഡ് ചെയ്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കായി മാറ്റുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ആ എക്സ്പെൻസ് സാധാരണക്കാരന് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അഫോർഡബിൾ അല്ല ആ പ്രൈസസ് ഒന്നും. ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ സാധാരണക്കാരെ കോമൺ പീപ്പിളിനെയും കൂടെ പരിഗണിക്കുക എന്നതാണ്. പക്ഷേ ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായി വരുമ്പം ഗ്ലോബലൈസേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഹെൽത്ത് കെയറിൽ വരുമ്പം അവർക്ക് പ്രോപ്പർ മെഡിസിൻസ് കിട്ടില്ല. ഈ പൈസയെ പേടിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിച്ചെന്ന് വരില്ല. തുടർന്ന് അത് മരണത്തിലേക്കാണ് എത്തിക്കുന്നത്. പാവപ്പെട്ടവൻ്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയാണ് ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എസ് എ സെക്ഷനാണ്. അതായത് പാർട്ട് ഡി ഓഫ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ. 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തത്, ഗിവ് ആൻ ഓവർവ്യൂ ഓഫ് സമുദ്രാനിൽ മുഖർജി വ്യൂസ് ഓൺ ഡ്രഗ് അബ്യൂസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആസ് പുട്ട് ഫോർത്ത് ബൈ ഗാരറ്റ് സൗത്ത്വെൽ. Third question, describe the evolution of written norms in human rights. Fourth one, critically examine P. Saina's views about globalization. ഈ 4 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ പല ഭാഗങ്ങളിലായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. സമുദ്രാനിൽ മുഖർജിയുടെ എസ്സേയുടെ കാര്യം എഴുതാനാണെങ്കിൽ ഡ്രഗ് അബ്യൂസസിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എഴുതുക. പോപ്പുലർ മീഡിയാസ് മെൻഷൻ ചെയ്യുമ്പോൾ അതിനുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. കൂടാതെ അതേ തുടർന്നുണ്ടാകുന്ന അസുഖങ്ങൾ, സാധാരണ ഒരു യങ് ആയിട്ടുള്ള ജനറേഷൻ അത് ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡ്രഗ് അവരെ ഏതൊക്കെ ക്രിമിനൽ മെൻറ്റാലിറ്റിയിലോട്ടാണ് എത്തിക്കുന്നത്, എന്തൊക്കെ സംഘടനയാണ് ഇതിൻ്റെ നമ്മളെ ഇതിൽ നിന്ന് സേവ് ചെയ്യാനായിട്ടുള്ളത്, കുറേ ഏജൻസീസിൻ്റെയൊക്കെ കാര്യം പറയില്ലേ, അത് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമ്മളൊരു 4-5 പേജ് നമുക്ക് എഴുതി തീർക്കാനായിട്ട് പറ്റും. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ എസ്സേ ഡിവൈഡ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൗത്ത്വെല്ലിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അത് നമ്മുടെ ഇന്നത്തെ മോഡേൺ വേൾഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എസ്സേ ആയിട്ട് അതിൻ്റെ ഗ്രോത്ത് തൊട്ട് എവല്യൂഷൻ തൊട്ടുള്ള ഇപ്പോഴത്തെ കറണ്ട് സെനേറിയോ വരെ എഴുതുക. റിട്ടൺ നോംസ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ മാഗ്ന കാർട്ടയുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ വരുന്നതാണ്. അതിനകത്ത് പറഞ്ഞിട്ടില്ലേ, മാഗ്ന കാർട്ട, ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടില്ലേ, അതിൻ്റെ എവല്യൂഷൻ തൊട്ട് കറണ്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരെ മെൻഷൻ ചെയ്യുക. വലിച്ചു നീട്ടി എഴുതുന്നതിൽ പ്രശ്നമില്ല എസ്സേയുടെ സെഷനിൽ. പക്ഷേ ആദ്യത്തെ പാർട്ടിൽ എപ്പോഴും
ക്വാളിറ്റി ആയിട്ടുള്ള ആൻസേഴ്സ് ശ്രദ്ധിക്കുക. ടെക്സ്റ്റുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എസ്സേയുടെ ആദ്യത്തെ ഒരു പേജ് ഫുൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എഴുതുക. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് ആഡ് ചെയ്യാം. എൻഡിങ് സെഷനും നന്നായിരിക്കണം. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വ്യക്തമായ രീതിയിൽ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഫൈനൽ ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി എക്സാമിൻ പി സായിനാസ് വ്യൂ അബൌട്ട് ഗ്ലോബലൈസേഷൻ്റെ ആഫ്റ്റർ എഫക്ട്സ്. പ്രൈവറ്റൈസേഷൻ്റെ കേസിൽ ഹെൽത്ത് കെയറിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ ബംഗ്ലാദേശിൻ്റെയൊക്കെ വാട്ടർ ബോംബെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുമെല്ലാം കൂടെയായിട്ട് നല്ല വൃത്തിയായിട്ട് എസ്സേ എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെഷൻ. ഒരുവിധം ഈസി ക്വസ്റ്റ്യൻ അല്ലേ? പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സമയം വൈകി പോയിട്ടില്ല. നന്നായിട്ട് പഠിക്കുക. പഠിച്ച് വളരെ നല്ല രീതിയിൽ എക്സാം എഴുതുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.